ഹായ്, നമ്മളിന്നൊരു പുതിയ ചാപ്റ്റർ എടുക്കാം. ഓക്കെ, സോ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എന്താണ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? പരന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്ലെയിൻ. ഇപ്പോൾ ഒരാൾ വിളച്ചിൽ കാണിച്ചു, നാട്ടുകാരെല്ലാം കൂടെ അയാളെ ഇട്ട് ചവിട്ടി തയ്ക്കുന്നു റോഡിൽ. അപ്പോൾ പരന്ന സ്ഥലത്താണ് ചവിട്ടി തയ്ക്കുന്നത്. അപ്പോൾ അയാളുടെ മോഷൻ ഏത് വഴിയാണ്? ഒരു പ്ലെയിൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ സംഭവങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് അറിയാമെന്നുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും എന്തെന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്കേലാർ. ഇപ്പം നമ്മൾ തന്നെ ടൈം പറയുന്നു. ടൈം എത്ര? 3 മണി. അപ്പോൾ അതിന് ഈസ്റ്റ് എന്നും കൂടെ പറയുമോ? 3 മണി കിഴക്കോട്ട് എന്നാരെങ്കിലും പറയുമോ? ഇല്ല. അപ്പം അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് സ്കേലാർ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് എലോൺ ആർ കോൾഡ് സ്കേലാർ. ഇതിന് എക്സാമ്പിൾ നമുക്കറിയാമെന്നുള്ളതാണ്. ഏതാണ്? ടൈം എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മാസ് എന്ന് പറയുന്നത് വേറൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാമെന്നുള്ള കേസ് കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെക്റ്റർ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. Physical quantity having both magnitude and direction is called a vector. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെക്റ്റർ. അതിന് എക്സാമ്പിൾ നമുക്കറിയാം. വെലോസിറ്റി, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇനി ആക്സലറേഷൻ, ഇതെല്ലാം എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ആക്സലറേഷൻ ഇതെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. So what is the difference between vector quantities and scalar quantities? Physical quantity having only magnitude is called scalar quantity. Physical quantity having both magnitude and direction is called a vector. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നോക്കിക്കോളൂ. നമ്മൾ ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. പക്ഷേ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് എന്ന് കരുതിയിട്ട് അത് വെക്റ്റർ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, കറണ്ട് നമുക്കറിയാം. നമ്മൾ പണ്ട് പ്രോബ്ലങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. 5 ആംപിയർ കറണ്ട് പാസസ് ത്രൂ എ വയർ എന്നൊക്കെ പറഞ്ഞ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 5 എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അല്ലേ. 5 എന്ന് പറയുന്നത് 5 ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ടു നെഗറ്റീവ് ടെർമിനലാണ് അല്ലേ. അപ്പോൾ കറണ്ടിന് ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് എന്നും പറഞ്ഞ് കറണ്ട് എന്തല്ല? കറണ്ട് എന്ന് പറയുന്നത് വെക്റ്റർ അല്ല. കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് കറണ്ട്. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണെന്ന്? അത് വെക്റ്റർ ആണെന്ന് വിചാരിക്കും. പക്ഷെ വെക്റ്റർ അല്ല. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവണമെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വെക്റ്റർ ആവണമെന്നില്ല. അത് വെക്റ്റർ അഡീഷൻ്റെ റൂൾസ് കൂടെ ഒബേ ചെയ്യണം. എന്താണ്? വെക്റ്റർ അഡീഷൻ്റെ റൂൾസ് കൂടെ ഒബേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ പഠിപ്പിക്കും. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിക്കും. അപ്പോൾ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ എ ക്വാണ്ടിറ്റി ടു ബി വെക്റ്റർ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ഹാവ് മാഗ്നിറ്റ്യൂഡ്. അതിന് മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് ക്യാൻ ബി 0. മാഗ്നിറ്റ്യൂഡ് 0 ആയാലും വിഷയമില്ല. അപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് വേണം. ദെൻ ഇറ്റ് മസ്റ്റ് ഹാവ് ഡയറക്ഷൻ. അതിന് ഡയറക്ഷൻ വേണം. തേർഡ് കണ്ടീഷൻ, ഇറ്റ് മസ്റ്റ് ഒബേ ദ റൂൾസ് ഓഫ് വെക്റ്റർ അഡീഷൻ. സോ ടെൽ മീ, ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻ? മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് 0 ആയാലും കുഴപ്പമില്ല. ഇനി അതിന് ഡയറക്ഷൻ വേണം. ഇനി അത് വെക്റ്റർ അഡീഷൻ്റെ റൂൾസ് ഒബേ ചെയ്യുകയും കൂടെ വേണം. എന്നാലേ ക്വാണ്ടിറ്റി എന്താവും? വെക്റ്റർ ആവും. സോ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ എ ക്വാണ്ടിറ്റി ടു ബി വെക്റ്റർ? ഇറ്റ് മസ്റ്റ് ഹാവ് മാഗ്നിറ്റ്യൂഡ്. ഇൻ ബ്രാക്കറ്റ് യു റൈറ്റ് magnitude can be 0. Then condition number 2, it must have direction.
Third condition, it must obey the rules of vector addition. Okay, these are the conditions for a quantity to be vector. Then listen about current. What do we know about current? Electric current has both the magnitude and direction. Okay, so current has magnitude, current has direction, but it does not obey the rules of vector addition. So current is a scalar quantity. Current cannot be considered as a vector. Current ne എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. So electric current is a scalar quantity. Don't forget, see, electric current has both the magnitude and direction, but it does not obey the rules of vector addition. So electric current is considered as a scalar quantity. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇത് ഇനി എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, സ്കേലാർ. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, വെക്ടർ. എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷനിലോട്ട് പോവുകയാണ്. നോക്കൂ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വെക്ടേഴ്സിനെ പറ്റിയാണ്. നമ്മൾ വെക്ടേഴ്സിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഒരു വെക്ടർ പറയൂ, ഏതെങ്കിലും ഒരു വെക്ടർ പറയൂ. വെലോസിറ്റി ഒരു വെക്ടർ അല്ലേ? അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. അപ്പോൾ ആ വെക്ടറിനെ ഞാൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്ന് പറയുകയാണ്. ഇപ്പോൾ വെലോസിറ്റി, ഒരു സ്ഥലത്തെ വെലോസിറ്റിയുടെ ആൻസർ 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, വെലോസിറ്റിയുടെ ആൻസർ എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ വെലോസിറ്റി ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ വെലോസിറ്റി എങ്ങോട്ടാ? ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അത് ഈസ്റ്റിലോട്ടാണ്. ഈ വെലോസിറ്റിയെ ഞാൻ റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെ എഴുതും, വി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒരു ആരോ മാർക്ക് ഇതുപോലെ ഇടും. ഇതാണ് വെലോസിറ്റി വെക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ വെലോസിറ്റി വെക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? വി എന്ന് എഴുതിയിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു ആരോ ഇടും. ഓക്കെ, ഓർ വേറെ രീതിയിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യും, ബോൾഡ് ആയിട്ടുള്ള ഒരു വി എഴുതിയാലും മതി. അപ്പോൾ ഇത്തിരി തിക്നെസ് ഉള്ള ഒരു വി എഴുതിയാലും മതി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിനേക്കാളും നമുക്ക് സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് എഴുതിയിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു ആരോ ഇട്ടാൽ മതി. അപ്പോൾ ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യും? ഒരു ലെറ്റർ എഴുതുക, അതിൻ്റെ മണ്ടയിൽ എന്ത് എഴുതുക? ഒരു ആരോ മാർക്ക് ഇടുക. ഇനി അത് ഇഷ്ടമല്ല എങ്കിൽ എന്ത് ചെയ്യുക? ബോൾഡ് ചെയ്ത ലെറ്റർ ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ സൗകര്യം ഏതാണ്? ആദ്യത്തെ തന്നെയാണ്. തിരിച്ചറിയാനും സൗകര്യം അത് തന്നെയാണ്. അപ്പോൾ see how will you represent a vector? So you write that vector name, then over that you put an arrow mark. Okay, it is a representation of vector. So how will you represent a vector? By writing the name of the vector with an arrow over that. Okay, otherwise you write a bold letter. This is a representation of a vector. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഗ്രാഫിക്കലി കാണിക്കാൻ പോവാണ്. നിങ്ങളെ ഗ്രാഫിക്കലി കാണിച്ചു തരട്ടെ. ഇപ്പം ഞാൻ 5 മീറ്റർ പെർ സെക്കൻഡ് ഉള്ള വെലോസിറ്റി വെക്ടറിനെ വരയ്ക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കും. 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. എന്നിട്ട് ഞാൻ ഒരു ആരോ അതിൻ്റെ അറ്റത്തിടുന്നു. ഇതാണ് എൻ്റെ വെലോസിറ്റി വെക്ടർ. ഇതിൻ്റെ ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഈ ലെങ്ത് ഇല്ലേ, ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡായ 5 ആണ്. ഓക്കെ, ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ട് എന്നാണ്? ഈസ്റ്റിലോട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഗ്രാഫിക്കലി വെക്ടറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തെന്ന് ആരും ചോദിക്കില്ല. ഇത് നമ്മൾ ചുമ്മാ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരു വെക്ടറിനെ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ചുമ്മാ പറ. വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കണം. ഇനി അടുത്തെന്താണ്? ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടി അതിലൊരു ആരോയും ഇടണം. സോ ദിസ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്ടർ. പറയൂ. സോ ഹൗ വിൽ യു റെപ്രസെൻറ്റ് എ വെക്ടർ ഗ്രാഫിക്കലി? By drawing a line segment with an arrow mark. Length of the line segment indicates magnitude of the vector. Arrow indicates a direction. Okay, so tell me, how will you represent a vector graphically? You draw a line segment with an arrow mark. Length of the line segment indicates magnitude of the vector. Arrow indicates what? Direction. അടുത്തേക്ക് പോകാമല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സിനെ പറ്റിയാണ്. അപ്പം നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് വെക്ടേഴ്സിനെ പറ്റി പറയാം. നോക്കൂ, ഡിഫറൻറ്റ് ടൈപ്പ് വെക്ടേഴ്സിനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് ഈക്വൽ വെക്ടേഴ്സ്. എന്താണ് ഈക്വൽ വെക്ടേഴ്സ്? നോക്കൂ, ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കയ്യിൽ 2 വെക്ടർ ഉണ്ട്. ആദ്യത്തെ വെക്ടറാണ് വെക്ടർ എ. വെക്ടർ എ കണ്ടോ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ഇത് ഈസ്റ്റിലോട്ടാണ്.
ഇനി അടുത്തൊരു വെക്ടറിനെ ഞാൻ വരയ്ക്കുകയാണ്. കണ്ടോ, ഇത് വെക്ടർ ബി ആണ്. ഇതിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 5 ആണ്. അതിൻ്റെയും ഡയറക്ഷൻ ഈസ്റ്റിലോട്ടാണ്. അപ്പൊ രണ്ട് വെക്ടർ ഉണ്ട്. ഈ രണ്ട് വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ നമുക്ക് എന്തെന്ന് പറയാം? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ ആർ കോൾഡ് ഈക്വൽ വെക്ടേഴ്സ്. വാട്ട് ആർ ഈക്വൽ വെക്ടേഴ്സ്? Vectors having same magnitude and same direction are called equal vectors. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് നൾ വെക്ടർ ആണ്. അടുത്തൊരു വെക്ടറിന്റെ പേരാണ് നൾ വെക്ടർ. നോക്കിക്കോളൂ, നൾ വെക്ടർ. നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നള്ളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആയി പോവുക. അപ്പൊ മാഗ്നിറ്റ്യൂഡ് 0 ഉള്ള വെക്ടറിനെ പറയുന്ന പേരാണ് നൾ വെക്ടർ. പേരിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 0 വരുന്ന വെക്ടറിനെ പറയുന്ന പേരാണ് നൾ വെക്ടർ. പറയൂ, വാട്ട് ഈസ് നൾ വെക്ടർ? വെക്ടർ ഹാവിംഗ് 0 മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് നൾ വെക്ടർ. അതിന് നമ്മൾ 0 വെക്ടർ എന്നും പറയും. എന്തെന്നും പറയും? 0 വെക്ടർ എന്നും പേരുണ്ട്. അപ്പൊ എന്താണ് 0 വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ? വെക്ടർ ഹാവിംഗ് 0 മാഗ്നിറ്റ്യൂഡ്, വെക്ടർ ഹാവിംഗ് 0 ആസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് നൾ വെക്ടർ. അതിനൊരു എക്സാമ്പിൾ പറയാമോ? അതാണ്ട് എന്താണ്? ഒരു തേങ്ങ മതിലിന്റെ മണ്ടയിൽ ഇരിക്കുന്നു. ആ മതിലിന്റെ മണ്ടയിൽ ഇരിക്കുന്ന തേങ്ങ 5-6 ദിവസം അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ആ തേങ്ങയുടെ വെലോസിറ്റി എത്ര? നിങ്ങൾ പറയൂ, തേങ്ങയുടെ വെലോസിറ്റി എത്ര? 0. അപ്പോൾ ആ വെലോസിറ്റിയെ ഞാൻ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു? നൾ വെക്ടറിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. കാരണം എന്താ? തേങ്ങയുടെ വെലോസിറ്റിയാണ് ഞാൻ ചോദിച്ചത്. വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടറാണ്. അതിന്റെ ആൻസർ 0 ആണ്. അപ്പോൾ ആ തേങ്ങയുടെ വെലോസിറ്റി എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? നൾ വെക്ടറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ വാട്ട് ഈസ് നൾ വെക്ടർ ഓർ 0 വെക്ടർ? വെക്ടർ ഹാവിംഗ് 0 മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് നൾ വെക്ടർ. എക്സാമ്പിൾ, വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട്. വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട്. സിമ്പിൾ അല്ലേ? സോ വാട്ട് ഈസ് നൾ വെക്ടർ ഓർ 0 വെക്ടർ? വെക്ടർ ഹാവിംഗ് 0 മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് null vector or 0 vector. Then example, velocity of a stationary object. Okay, അടുത്ത വെക്ടറിലേക്ക് പോകാം. നെഗറ്റീവ് വെക്ടർ. അടുത്ത വെക്ടറിന്റെ പേരാണ് നെഗറ്റീവ് വെക്ടർ. നോക്കിക്കോണം, നോക്കൂ, അടുത്തൊരു വെക്ടറിന്റെ പേരാണ് നെഗറ്റീവ് വെക്ടർ. നോക്കിക്കോളൂ, നെഗറ്റീവ് വെക്ടർ. ഒരു പ്രയാസമില്ല, പേരിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. നോക്കൂ, ഞാനൊരു വെക്ടർ വരയ്ക്കുന്നു. കണ്ടോ, ഇതാണ് വെക്ടർ എ. വെക്ടർ എ. ഓക്കെ, ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ഇത് ഈസ്റ്റിലോട്ടാണ്. ഇനി ഞാൻ വേറൊരു വെക്ടർ വരയ്ക്കുന്നു. കണ്ടോ, വെക്ടർ ബി എന്നാണ് ഇതിന്റെ പേര്. കണ്ടോ, വെക്ടർ ബി എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 അല്ലേ, പക്ഷെ ഇത് വെസ്റ്റിലോട്ടാണ്. എങ്കിൽ ആദ്യത്തെ വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടറാണ് രണ്ടാമത്തെ വെക്ടർ. അപ്പൊ ബി എന്ന് പറയുന്നത് എയുടെ എന്താണ്? നെഗറ്റീവ് വെക്ടറാണ്. അതുപോലെ തിരിച്ച് എ എന്ന് പറയുന്നത് ബിയുടെ നെഗറ്റീവ് വെക്ടറാണ്. മനസ്സിലായില്ല? എടാ, നമുക്കിവിടെ ഒരു വെക്ടർ ഉണ്ട്. ആദ്യത്തെ വെക്ടറിന്റെ പേരെന്താണ്? എ എന്നല്ലേ പേര്. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? 5. അതെങ്ങോട്ടാണ്? ഈസ്റ്റിലോട്ട്. ഇനി ഞാൻ വേറൊരു വെക്ടർ വരയ്ക്കുന്നു. അതിന്റെ പേരെന്താണ്? ബി എന്നാണ്. അതെങ്ങോട്ടാണ്? വെസ്റ്റിലോട്ടാണ്. അപ്പൊ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തവനെ രണ്ടാമത്തവന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാമത്തവനെ ആദ്യത്തവന്റെ എന്തെന്ന് പറയാം? നെഗറ്റീവ് വെക്ടർ എന്ന് പറയാം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സോ വാട്ട് ഈസ് നെഗറ്റീവ് വെക്ടർ? സീ, എ വെക്ടർ ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ to the given vector is its negative vector. In this case, B is a negative vector of A, or A is a negative vector of B. So listen, I am giving you a vector. Then you draw another vector. Okay, it must have same magnitude but direction must be opposite. Then what you draw is it's a negative vector. So what do you mean by negative vector? Vector having same magnitude but opposite direction to the given vector is its negative vector. അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. എന്താണ് സാധനം? യൂണിറ്റ് വെക്ടർ ആണ്. നോക്കൂ, യൂണിറ്റ് വെക്ടർ. നോക്കൂ, യൂണിറ്റ് വെക്ടർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ, യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഇപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടറിനെ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടറിന്റെ പേരാണ് യൂണിറ്റ് വെക്ടർ. സോ വെക്ടർ വിത്ത് magnitude equal to 1. So vector whose magnitude equal to 1 is called a unit vector. നമ്മൾ 3 ഡയറക്ഷൻസ് അറിയാം. എക്സ് ഡയറക്ഷൻ അറിയാം,
വൈ ഡയറക്ഷൻ അറിയാം, ഗ്രാഫ് വരച്ചവരല്ലേ നിങ്ങൾ. അപ്പോൾ എക്സ് ഡയറക്ഷനും അറിയാം, വൈ ഡയറക്ഷനും അറിയാം. ഈ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ മക്കളെ? ഇത് രണ്ടിനും പെർപെൻഡിക്കുലറായ ഒരു ഡയറക്ഷൻ ഉണ്ട്, അതിനെയാണ് ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് വരച്ച് കാണിക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്, ഇതാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത് അല്ലേ. ഇത് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഒരു വെക്ടർ ഞാൻ വരയ്ക്കാം. കണ്ടോ, ഞാൻ ഇതാ ഇങ്ങനെ ഒരു ആക്സിസ് വരയ്ക്കാം. ഇത് രണ്ടിനും പെർപെൻഡിക്കുലറാണ്. ഇതിനെ ഇസഡ് ആക്സിസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എത്ര ആക്സിസ് ഞാൻ വരച്ചു? 3 ആക്സിസ് വരച്ചു അല്ലേ. ഇതേത് ഡയറക്ഷനാണ്? എക്സ് ഡയറക്ഷൻ. ഇതേതാണ്? വൈ ഡയറക്ഷൻ. ഇതേതാണ്? ഇസഡ് ഡയറക്ഷൻ. ഇനി ഈ എക്സ് ഡയറക്ഷനിൽ ഞാനൊരു യൂണിറ്റ് വെക്ടർ മാർക്ക് ചെയ്യുകയാണ്. അതിനെ ഞാൻ ഐ ക്യാപ്പ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ഐ ക്യാപ്പ്. ഐ എന്ന് എഴുതുന്ന എൻ്റെ മണ്ടയിൽ ഒരു ക്യാപ്പ്. ഇനി വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിൻ്റെ പേരാണ് ജെ ക്യാപ്പ്. ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിൻ്റെ പേരാണ് കെ ക്യാപ്പ്. ഇപ്പോൾ കുളമാക്കരുത്, പറ. കുറേ ക്യാപ്പായി അവസാനം തൊപ്പി തോറ്റ് തുന്നമ്പാടി തൊപ്പിയും വയ്ക്കേണ്ടി വരരുത്. സോ എന്താണ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങൾക്കൊരു വെക്ടർ തരും, ആ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ ആ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1 വരത്തക്ക രീതിയിൽ നിങ്ങളൊരു വെക്ടർ വരച്ച് വയ്ക്കുക. അതിനെ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. സോ വാട്ട് ഡു യു മീൻ ബൈ യൂണിറ്റ് വെക്ടർ? വെക്ടർ ഹാവിങ് unit magnitude drawn in the direction of the given vector is its unit vector. So what do you mean by unit vector? ഞാൻ നിങ്ങൾക്കൊരു വെക്ടർ തരും, അതിൻ്റെ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1 വരത്തക്ക വിധത്തിൽ വരയ്ക്കുന്ന വെക്ടറിൻ്റെ പേരാണ് യൂണിറ്റ് വെക്ടർ. സോ എ വെക്ടർ whose magnitude is 1 can be called as unit vector. Okay, so vector whose magnitude is 1 equal to unit vector. Okay, then അടുത്ത യൂണിറ്റ് വെക്ടർ along x direction is I cap, യൂണിറ്റ് വെക്ടർ along y direction is j cap, യൂണിറ്റ് വെക്ടർ along z direction is k cap. ഇല്ലാതാക്കരുത്. ഇനി നമുക്ക് അടുത്ത ഒരു വെക്ടറിന്റെ കാര്യം പറയാം. പൊസിഷൻ വെക്ടർ. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? പൊസിഷൻ വെക്ടർ. നോക്കിക്കോളൂ, പൊസിഷനെ കാണിക്കുന്ന വെക്ടറിനെ പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. എന്താണ് നമ്മുടെ വിനോദ് എന്താണ് ഭയങ്കര പ്രശ്നക്കാരൻ. നോക്കൂ, പെൺപിള്ളേർക്കെല്ലാം ഫ്ലൈങ് കിസ് കൊടുക്കും. നോക്കൂ, ഏത് പെണ്ണിനെ കണ്ടാലും അപ്പോഴേ ഫ്ലൈങ് കിസ് കൊടുക്കും. അവസാനം കൈക്കുള്ള പെൺപിള്ളേരെല്ലാം കൂടി ചേർന്ന് അവനെ എടുത്തിട്ട് തേക്കുന്നു, തറയിലിട്ട് ഒരയ്ക്കുന്നു. അപ്പോൾ എൻ്റെ ചെറുക്കൻ ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ചുരുണ്ടുകൂടി കിടക്കുന്നത് ആരാണ്? നമ്മുടെ വിനോദാണ്. കണ്ടോ, വിനോദിനെ ചവിട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ്ടേ, ഒരു പെൺകുട്ടി വന്നിട്ട് ഇവിടെ ഒരു ഒറിജിൻ മാർക്ക് ചെയ്തു. കണ്ടോ, അപ്പോൾ ഒറിജിൻ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് എൻ്റെ പയ്യൻ്റെ അടുത്തേക്ക് ഒരു വെക്ടർ വരയ്ക്കുന്നു. കണ്ടോ ഇപ്പം ഈ വരച്ച വെക്ടറിനെ, ഈ വെക്ടർ എന്തിനെ കാണിക്കുന്നു? എൻ്റെ പയ്യൻ്റെ പൊസിഷനെ കാണിക്കുന്നു. എൻ്റെ പയ്യൻ്റെ പൊസിഷനെ കാണിക്കുന്ന ഈ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താണ്, വിനോദ് ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. പ്രശ്നമായതുകൊണ്ട് പെൺപിള്ളെല്ലാം കൂടെ ചവിട്ടിക്കൂട്ടിയത് അവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേറൊരു പെൺകുട്ടി വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഒറിജിൻ മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് വിനോദ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഒരു വെക്ടർ വരച്ചു. ഓക്കെ, ഈ വെക്ടർ എന്തിനെ കാണിക്കുന്നു? ഒറിജിനിൽ നിന്ന് എന്തിലേക്കുള്ള? വിനോദിലേക്കുള്ള ദൂരം. അപ്പോൾ ദൂരത്തിനെ കാണിക്കുന്ന ഒരു വെക്ടർ അവൾ വരച്ചു. അപ്പോൾ അവൻ്റെ പൊസിഷനെ കാണിക്കുന്ന ഒരു വെക്ടറാണ് ആ കുട്ടി വരച്ചത്. ഈ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ എന്താണ് പൊസിഷൻ വെക്ടർ? പറ, എന്താണ്? വെക്ടർ ഷോയിങ് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ്. വെക്ടർ ഷോയിങ് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് കോൾഡ് പൊസിഷൻ വെക്ടർ. ഇനി ആ പെൺകുട്ടി എന്താണ് ചെയ്തത്? അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ലേ അവൾ ഒറിജിൻ വരച്ചത്. അപ്പോൾ ഒരു ആർബിട്രറി ഒറിജിനാണ് അവൾ വരച്ചത്. കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഒറിജിനാണ് എൻ്റെ കുട്ടി വരച്ചത്. അപ്പോൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഒറിജിൻ എടുത്തിട്ട് അവിടെ നിന്ന് വിനോദ് കിടക്കുന്ന സ്ഥലത്തേക്ക് വരച്ച ഈ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ പറയൂ, എന്താണ് പൊസിഷൻ വെക്ടർ? വെക്ടർ ഷോയിങ് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ്. വെക്ടർ ഷോയിങ് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആർബിട്രറി ഒറിജിൻ. എന്താ പറയുക? ആർബിട്രറി ഒറിജിൻ. ആർബിട്രറി ഒറിജിൻ. എന്താണ് ആർബിട്രറി ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒറിജിൻ എന്ന മീനിങ് ഉള്ളൂ. സോ ലിസൺ പ്രോപ്പർലി. വാട്ട് ഡു യു മീൻ ബൈ പൊസിഷൻ വെക്ടർ? വെക്ടർ ഷോയിങ് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആർബിട്രറി ഒറിജിൻ ഈസ് നോൺ ആസ് പൊസിഷൻ വെക്ടർ. അപ്പം ഞാൻ ഈ ബോഡി കിടക്കുന്ന ഓരോന്നും നിങ്ങളിത് ചോദിക്കാം. നിങ്ങൾ എല്ലാം എനിക്ക് പറഞ്ഞു തരണം. എന്താ? വാട്ട് ആർ ഈക്വൽ വെക്ടേഴ്സ്? See, two vectors are equal if they have same magnitude and same direction. Then null vector. Give another name for null vector.
zero vector. Then what is null vector or zero vector? Vector whose magnitude is equal to 0 is called null vector. Example, velocity of a stationary object. Velocity of a stationary object is example for null vector. So velocity is a vector. Its magnitude is equal to 0. So velocity of a stationary object can be said as an example for null vector. What is the next one? Negative vector. So I will give you a vector. You draw a vector of same magnitude but opposite in direction. The second vector, the vector drawn by you is a negative vector of the vector given by me. So what is negative vector? A vector having same magnitude but opposite direction to the given vector is its a negative vector. Then what is the next one? Unit vector. What is unit vector? Vector whose magnitude equal to 1 is called unit vector. Then see, x direction, y direction is a direction. See, along the x direction you can consider a unit vector. It is named I cap. Along the y direction you can consider a unit vector. What is it? It is j cap. Along the z direction you can consider another unit vector. It is k cap. So unit vector along x direction I cap, y direction j cap, z direction k cap. Then what is the next one? Position vector. So that is Mr. Vinod, say naughty boy, he gives this one, okay, to all the girls. So girls hit him and he is now lying on the floor. See, one girl comes, she draws she marks a convenient origin. Then from there she draws a vector to his body. This vector can be called as position vector. So what do you mean by position vector? Vector showing position of an object with respect to an arbitrary origin is known as position vector. Is it clear to you? Arbitrary origin means convenient origin. Is it? So let us move to the next name. See, next is, see, so next is coplanar vector. What is it? Coplanar vector. Coplanar vectors. See, coplanar. എന്താണ് ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ടല്ലേ? എന്താണ് കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ? കോപ്ലാനാർ, ഒരൊറ്റ പ്ലെയിനിൽ, ഒരേ പ്ലെയിനിലുള്ള വെക്ടേഴ്സിനെ പറയുന്ന പേരാണ് കോപ്ലാനാർ. രണ്ട് വെക്ടേഴ്സ് ഒരേ പ്ലെയിനിലാണ് എങ്കിൽ അതിന് എന്തെന്ന് പറയാം? കോപ്ലാനാർ. അങ്ങനെ ഒരേ പ്ലെയിനിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പാരലൽ പ്ലെയിനിലായാലും മതി. അപ്പോൾ വെക്ടേഴ്സ് ഇൻ ദ സെയിം പ്ലെയിൻ or parallel plane are called coplanar. What are coplanar vectors? Vectors which are in the same plane or in parallel plane are called coplanar vectors. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അടുത്തത് co-initial vectors. എന്താണ്? co-initial vectors. co-initial vectors പറയട്ടെ. എന്താണ്? പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. എന്താണ്? കുറേ വെക്ടേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കുറേ വെക്ടേഴ്സിനെ ഞാൻ വരയ്ക്കുകയാണ്. കണ്ടോ? ഒരു വെക്ടർ, ഇപ്പോൾ വെക്ടർ എ, ഇനി വേറെ വെക്ടർ, വെക്ടർ ബി, വേറെ വെക്ടർ, വെക്ടർ സി, എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എയും ബിയും സിയും ഒക്കെ എന്താണ്? കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആണ്. അപ്പോൾ എന്താണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? വെക്ടേഴ്സ് ഹാവിങ് സെയിം ഇനീഷ്യൽ പോയിന്റ് ആർ കോൾഡ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇനി അടുത്തത് നോക്ക്, മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്നറിയാം വെക്ടറിന് അല്ലേ? ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടറിനെ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് എ വെക്ടർ. എന്താണ് മക്കളെ? മോഡുലസ് ഓഫ് വെക്ടർ. എന്താണ് മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് ചോദിച്ചാൽ നോക്ക്, ഒരാൾ ചോദിക്കുകയാണ്, എടാ എന്തോന്നാണ് മോഡുലസ് ഓഫ് എ വെക്ടർ? ഒരു വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടോ? ഉണ്ട്. ആ മാഗ്നിറ്റ്യൂഡിനെ പറയുന്ന പേരാണ് മോഡുലസ്. ഇപ്പോൾ വെക്ടർ എ ഇതാ വെക്ടർ എ, ഓക്കെ, ഇതിൻ്റെ മോഡുലസ് ഞാൻ ഇങ്ങനെ വരയ്ക്കും കേട്ടോ. അപ്പുറം ഇപ്പുറം രണ്ട് വര വരച്ചാൽ എങ്ങനെ വായിക്കണം? മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറയണം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എത്രയെന്ന് പറയണം. അപ്പോൾ എനിക്കൊരു നമ്പർ കിട്ടൂലേ? ഇപ്പോൾ 5 എന്നോ 6 എന്നോ എന്തെങ്കിലും ഒരു നമ്പർ കിട്ടും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? എടാ വെക്ടറിനെ അറിയാമല്ലോ, വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ്. വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറയുന്ന പേരാണ് മോഡുലസ്. സോ വാട്ട് ഡു യു മീൻ ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ? Magnitude of a vector is called modulus. So how will you read this?
മോഡ് എ ഓർ മോഡുലസ് എ ഓർ മാഗ്നിറ്റ്യൂഡ് എ എന്ന് വായിക്കാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു വെക്ടറാണ്, നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. എന്താണ് അടുത്ത വെക്ടറിന്റെ പേര്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഒന്നുമില്ല, എന്താണ് നമ്മുടെ നേരത്തെ ഉള്ള വിനോദിനെ തന്നെ നമുക്ക് വീണ്ടും എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്താണ്, പാവപ്പെട്ട വിനോദ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ, അപ്പോൾ ഇതാ ചുരുണ്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ വിനോദാണ്, കണ്ടോ? ഇനി ആ പെൺകുട്ടി വന്നിട്ട് എന്ത് വരച്ചു? ഒരു ഒറിജിൻ വരച്ചു അല്ലേ, ഒരു ഒറിജിൻ വരച്ചു. അവളുടെ കൺവീനിയൻസ് അനുസരിച്ച് അവളൊരു ഒറിജിൻ വരച്ചു. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? വിനോദിൻ്റെ ബോഡിയിലേക്ക് എന്ത് വരച്ചു? ഒരു വെക്ടർ വരച്ചു. ഈ വെക്ടറിൻ്റെ പേരെന്താണ്? പൊസിഷൻ വെക്ടർ എന്നല്ലേ? പൊസിഷൻ വെക്ടറിനെ ഞാൻ ആർ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക മക്കളെ? വെക്ടർ ആർ. അപ്പോൾ ഇത് പൊസിഷൻ വെക്ടറാണ്. ഇനി വേറൊരു പെണ്ണിന് കലിപ്പ് അടങ്ങിയില്ല, അവളൊന്ന് കാലുടക്കി അടിക്കുന്നു എൻ്റെ വിനോദിനെ. അപ്പോൾ എൻ്റെ വിനോദ് ഇതാ ഇവിടെ വന്ന് വീണു, കണ്ടോ? അപ്പോൾ എൻ്റെ പയ്യൻ ഇതാ ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ്, കണ്ടോ? എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടാണ് എൻ്റെ ചെറുക്കനെ. കയ്യിരിപ്പം വളരെ മോശമായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ എൻ്റെ പയ്യൻ്റെ പുതിയ പൊസിഷൻ അതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പയ്യൻ ആദ്യം എ എന്ന് പറയുന്ന ഈ പോയിന്റിലായിരുന്നു. ഇപ്പം എൻ്റെ പയ്യൻ ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നീങ്ങിയില്ലേ? ഇനി വേറൊരു കുട്ടി വരുന്നു, എന്നിട്ട് ഈ ഒറിജിനിൽ നിന്ന് അവൻ്റെ ബോഡിയിലേക്ക് പുതിയൊരു വെക്ടർ വരച്ചു. ഇതിനെ ഇപ്പോഴത്തെ പൊസിഷൻ വെക്ടർ എന്ന് പറയാം, ആർ ഡാഷ് എന്ന് പറയാം. മനസ്സിലാവാത്തവരൊന്നും കൂടെ, അത് ആരാണെന്നെങ്കിലും മനസ്സിലായോ? അത് നമ്മുടെ വിനോദാണെന്ന് മനസ്സിലായല്ലേ? അപ്പോൾ വിനോദ് അവിടെ കിടക്കുകയായിരുന്നു, ചവിട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് പെൺപിള്ളേരെല്ലാവരും കൂടെ. ഇനി ആദ്യത്തെ പെൺകുട്ടി വന്നിട്ട് എന്താ ചെയ്തേ? ഇവിടെ ഒരു ഒറിജിൻ വരച്ചു. എന്നിട്ട് ആ ഒറിജിനിൽ നിന്ന് അവൻ്റെ ബോഡിയിലേക്ക് ഒരു വെക്ടർ വരച്ചു. സംശയമില്ലല്ലോ, ആ പെൺകുട്ടി വരച്ച ഈ വെക്ടറിൻ്റെ പേരെന്താണ്? ആർ, വെക്ടർ ആർ എന്നാണ്. അതിന് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയും. ഇനി അടുത്ത പെൺകുട്ടി കലിപ്പടങ്ങാതെ വന്നിട്ട് കാലുടക്കി കിക്ക് ചെയ്യുന്നു. നോക്കൂ, എൻ്റെ പയ്യൻ വേറൊരു സ്ഥലത്തേക്ക് എന്ന് വീഴുന്നു, കണ്ടോ? എന്നിട്ട് അവളിങ്ങോട്ട് വന്നിട്ട് ഈ ഒറിജിനിൽ നിന്ന് അവൻ്റെ പുതിയ പൊസിഷനിലേക്ക് ഒരു വെക്ടർ വരച്ചു. അപ്പോൾ അതും ഒരു പൊസിഷൻ വെക്ടർ അല്ലേ? അപ്പോൾ ഇവിടെ എത്ര പൊസിഷൻ വെക്ടർ ഉണ്ട്? 2 പൊസിഷൻ വെക്ടർ ഉണ്ട്. ഇത് ആർ, അത് ആർ ഡാഷ്. ഇനി അവൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതല്ലേ മക്കളെ? ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റാണ്. ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്ന ബി അല്ലേ? ഈ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് നിങ്ങൾക്കൊരു വെക്ടർ വരയ്ക്കാൻ പറ്റും. ഈ വരയ്ക്കുന്ന വെക്ടറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. എന്താണ് പേര്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. കുളമാക്കണം കേട്ടോ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ? എൻ്റെ വിനോദിനെ അറിയാം. വിനോദ് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ കിടക്കുകയായിരുന്നു, ചവിട്ടി കൂട്ടിയിട്ടതാണ്. ഇനി ഒറിജിനെ നമുക്കറിയാം. ആദ്യത്തെ കുട്ടി അവളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒറിജിൻ മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് വിനോദ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഒരു വെക്ടർ വരച്ചു. ആ വെക്ടറിന്റെ പേരെന്താണ്? പൊസിഷൻ വെക്ടർ. അപ്പോൾ ആദ്യത്തെ പെൺകുട്ടി വരച്ച പൊസിഷൻ വെക്ടറിന്റെ പേരാണ് ആർ. ഇനി അടുത്തെന്താ ചെയ്ത്? അടുത്ത പെൺകുട്ടി വന്ന് അവനെ കാലോടെ കടിച്ച് അവിടെ എത്തിച്ചു അല്ലേ? അപ്പോൾ പയ്യൻ പുതിയ പൊസിഷനിലേക്ക് ചെന്ന് വീണു. ആ പുതിയ പൊസിഷന്റെ പേരെന്താണ്? ബി. എന്നിട്ട് ആ പെൺകുട്ടി ഇതേ ഒറിജിനിൽ നിന്ന് അവന്റെ ബോഡിയിലേക്ക് പുതിയൊരു പൊസിഷൻ വെക്ടർ വരച്ചു. അതിന്റെ പേരെന്താണ്? ആർ ഡാഷ് എന്നാണ്. ഇനി എൻ്റെ പയ്യന്റെ ഇനീഷ്യൽ പൊസിഷനാണ് എ, ഫൈനൽ പൊസിഷനാണ് ബി. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ഒരു വെക്ടർ വരയ്ക്കാം. ഈ വെക്ടറിന്റെ പേരാണ് എന്ത് വെക്ടർ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്തിനെ കാണിക്കുന്നു എന്ന് പറയൂ? ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്നു. എവിടെ നിന്ന് എങ്ങോട്ട്? ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക്. അപ്പോൾ എന്താണ്? വെക്ടർ ഷോയിങ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ടു ഫൈനൽ പൊസിഷൻ ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? വെക്ടർ ഷോയിങ് displacement. Vector showing displacement of an object from where to where? From initial position to final position is known as displacement vector. What is displacement vector? Vector showing displacement from initial position to final position is known as displacement vector. Is it clear to you? See, this is Mr. Vinod. The initial position is A. The first girl selects a convenient origin. It is O. She draws a vector to his position A. This is position vector. It is named vector R. Then the next girl comes, kicks him, and he comes to new position. The new position is B. Then she draws a vector to his new position. Then it is called a position vector R dash. Okay. Then what is the initial position? A. Final position B. Then from A to B you can draw a vector. That vector can be called as displacement vector. It is represented by the letter delta R.
Okay, vector delta r. Is it clear? So, what is displacement vector? പേരിൽ തന്നെ ഉണ്ട്, വെക്ടർ ഷോയിങ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഇനി നമുക്ക് അടുത്ത വെക്ടർ പറയാം. നോക്കൂ, എന്താണ് കോളീനിയർ വെക്ടേഴ്സ്? എന്താണ് കോളീനിയർ വെക്ടേഴ്സ്? എന്താണ് കോളീനിയർ വെക്ടർ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോലീനിയർ എന്താണ്? കോലീനിയർ. നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ നോക്കിയാൽ ഒരു ലൈൻ ഇവിടെ കാണാം, കണ്ടോ? അപ്പോൾ ഒരേ ലൈൻ വഴി ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഒരേ ലൈൻ വഴി ആക്ട് ചെയ്യണം. അത് പാരലാവാം, ആന്റി പാരലാവാം. എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണവും ഒരേ ലൈനിൽ കൂടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ വെക്ടറും രണ്ടാമത്തെ വെക്ടറും ഈ ലൈനിൽ കൂടെ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ആദ്യത്തെ വെക്ടർ ഇങ്ങനെ രണ്ടാമത്തെ വെക്ടർ ഇങ്ങനെ ആണെങ്കിലും ഈ രണ്ട് വെക്ടേഴ്സും കൊളീനിയർ ആണ്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എടാ, ഒരു ലൈൻ എന്നെങ്കിലും മനസ്സിലായോ? ഒരു ലൈനിൽ കൂടെ ഒരു വെക്ടർ വരയ്ക്കുക, അതേ ഡയറക്ഷനിൽ വീണ്ടും ഒരു വെക്ടർ വരയ്ക്കുക. ഇവന്മാർ രണ്ടുപേരും ആരാണ്? കൊളീനിയർ ആണ്. ഇനി ഒരു ലൈൻ വരയ്ക്കുക, ആ ലൈനിൽ കൂടെ ഒരു വെക്ടർ വരയ്ക്കുക, ഇനി അതേ ലൈനിൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരെണ്ണം വരച്ചോ. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന എന്താണ്? ഇതെന്താണ്? രണ്ടെണ്ണവും ഒരേ ലൈനിൽ ഒരേ ഡയറക്ഷനിൽ. അപ്പോൾ ഇത് രണ്ടും പാരലൽ എന്ന് പറയാം. ഇനി ഇത് രണ്ടും എന്താണ്? ഒരേ ലൈനിൽ പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ എന്താ? ആന്റി പാരലൽ എന്ന് പറയാം. അപ്പോൾ എന്താണ് കോളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? വെക്ടേഴ്സ് which act along the same line in the same direction or in the opposite direction. Vectors which act along the line parallel or anti-parallel are known by the name collinear vectors. കുഴപ്പമുണ്ടോ? വെക്ടേഴ്സ് which act along a line in the same direction or in the opposite direction can be called as collinear vectors. അപ്പോൾ നമ്മൾ കുറേ പേരുകൾ ഇവിടെ പഠിച്ചു. അപ്പോൾ ഇതിൽ എല്ലാ പേരുകളും ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താൻ പോവാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പറയണം. നോക്കൂ, സ്റ്റാർട്ടിങ് തൊട്ട് പെട്ടെന്ന് പറഞ്ഞു വിടണം. സോ ഈക്വൽ വെക്ടേഴ്സ്. എന്താണ് ഈക്വൽ വെക്ടേഴ്സ്? പറയൂ. വാട്ട് ആർ ഈക്വൽ വെക്ടേഴ്സ്? പറയൂ പെട്ടെന്ന്. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ ആർ കോൾഡ് ഈക്വൽ വെക്ടേഴ്സ്. അടുത്തത് നൾ വെക്ടേഴ്സ്. എന്താണ്? കേട്ടിട്ടുണ്ടോ? നൾ വെക്ടർ. എന്താണ് നൾ വെക്ടർ? നൾ വെക്ടറിന്റെ വേറെ പേര് സീറോ വെക്ടർ. എന്താണ് സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ? വെക്ടർ ഹാവിംഗ് magnitude 0 is called null vector or zero vector. Give example, velocity of a stationary object. അടുത്ത നമ്മൾ പറഞ്ഞതാണ് നെഗറ്റീവ് വെക്ടർ. What is the next one? നെഗറ്റീവ് വെക്ടർ. എന്താ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ് വെക്ടർ. What do you mean by negative vector? Vector having same magnitude but opposite direction to the given vector is its negative vector. കുഴപ്പമൊന്നുമില്ല. വെക്ടർ ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ ഗിവൺ വെക്ടർ ഈസ് ഇറ്റ്സ് നെഗറ്റീവ് വെക്ടർ. ദെൻ അടുത്തത് യൂണിറ്റ് വെക്ടർ. വാട്ട് ഈസ് യൂണിറ്റ് വെക്ടർ? സേ വാട്ട് ഈസ് യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ പറയൂ. വെക്ടർ whose magnitude is equal to 1 is called unit vector. Unit vector along x direction I cap, y direction j cap, z direction k cap. കുഴപ്പമൊന്നുമില്ല. അടുത്ത് നമ്മൾ പറഞ്ഞത് പൊസിഷൻ വെക്ടർ. എന്താണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്? പൊസിഷൻ വെക്ടർ. പറയൂ. വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ? പൊസിഷൻ വെക്ടർ പറയൂ. വെക്ടർ ഷോയിങ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആർബിട്രറി ഒറിജിൻ ഈസ് നോൺ ആസ് പൊസിഷൻ വെക്ടർ. വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ? വെക്ടർ ഷോയിങ് position of an object with respect to an arbitrary origin is called position vector. Arbitrary origin means convenient origin. Next എന്താണ് അടുത്ത നമ്മൾ പറഞ്ഞത്? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? പറയൂ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? വെക്ടർ ഷോയിങ് displacement from initial position to final position is called displacement vector. Okay, vector showing displacement from initial position to final position is called displacement vector. അടുത്ത എന്താണ്? coplanar vectors. എന്താണ് coplanar vectors? പറയൂ. coplanar vectors പറയൂ. vectors which are in the same plane or parallel plane are called coplanar vectors. അടുത്ത എന്താ പറഞ്ഞേ? co-initial vectors. എന്താണ് co-initial vectors? എന്താണ് co-initial vectors എന്ന് പറഞ്ഞാൽ? vectors having same starting point, same initial point are called co-initial vectors. അല്ലേ? പിന്നെ നമ്മൾ ഏതാ പറഞ്ഞേ? അടുത്ത് പറഞ്ഞത് collinear vectors. എന്താണ്
collinear vectors. Collinear vectors. Collinear vectors. എന്താണ് collinear vectors എന്ന് പറഞ്ഞാൽ vectors acting along the same line in the same direction or in the opposite direction can be considered as collinear vectors. അടുത്തെന്താണ് നമ്മൾ പിന്നെ പറഞ്ഞത് modulus of a vector. What is it? Modulus of a vector. So what do you mean by modulus of a vector? Magnitude of a vector is called modulus. Magnitude of a vector is called modulus. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് ക്ലിയർ അല്ലേ? ഇതിനകത്ത് നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചെന്നിരിക്കും, അപ്പോൾ ഇല്ലാതാക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം.